നമുക്കിന്ന് നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചേനക്കറി ഉണ്ടാക്കിയാലോ. നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. ഉണ്ടാക്കാനും നല്ല സിമ്പിളാണ്. കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ കറി റെഡിയാക്കാനും പറ്റും. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക കേട്ടോ. നമ്മുടെ ചേനക്കറി നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പീസ് ചേന എടുത്തിട്ട് ഇതേപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ പീസസ് ആക്കണ്ട, ഈ ഒരു വലുപ്പത്തിലേക്ക് കട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനും ഈസി ആയിരിക്കും. അപ്പോൾ അതിന് ഞാൻ ആദ്യം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഈ ഒരു തക്കാളീനെ ഇതുപോലെ ജസ്റ്റ് റഫായിട്ട് അങ്ങ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നും നമ്മൾ ചെറുതായി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. 2നെ ഇതുപോലെ നടുവിൽ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വലിയ ജീരകം ചേർക്കണം. 1 ടീസ്പൂൺ വലിയ ജീരകം വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. വലിയ ജീരകമാണേ മാറിപ്പോവരുത്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും, അല്ലെങ്കിൽ അതിലും കുറവ്. പിന്നെ നമുക്ക് ഏകദേശം 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. ഇപ്പോൾ ഇതിലേക്കുള്ള പൊടികളൊക്കെ ആയി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിന് ചേർത്താൽ മതി, നോക്കിയിട്ട് പിന്നെയും ചേർക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഈ ചേനയുടെ ഒപ്പം നിൽക്കുന്ന വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇത് ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ, സാധാരണ വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതെ. ഇതിൽ വെള്ളം കൂടി പോകുന്നുണ്ട്, ടെൻഷൻ്റെ ആവശ്യമില്ല കേട്ടോ. കറി നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. ഏകദേശം നമ്മൾ ചേനേൻ്റെ ഒപ്പം നിൽക്കുന്ന വെള്ളം വേണം ഒഴിക്കാൻ. ചേന മുങ്ങി നിൽക്കണ്ട, ഒപ്പം നിന്നാൽ മതി വെള്ളം. ഇനി നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ചിട്ട് ഇതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഓരോ ചേനയുടെയും വേവിനനുസരിച്ച് എത്ര വിസിലാണ് വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്തോട്ടെ കേട്ടോ ചേന. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 വിസിലാണ് അടിച്ചത്. ആ 3 വിസിൽ കഴിഞ്ഞ് അതിൽ എയറൊക്കെ പോയതിൻ്റെ ശേഷം ഞാൻ ഓപ്പൺ ചെയ്തതാണ്. ഇപ്പോൾ നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇളക്കി നോക്കാം, ചേന കുക്കായിട്ടില്ലേ എന്നൊക്കെ ഒന്ന് നോക്കാം. ആയിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഒരു വിസിലും കൂടിയൊക്കെ അടുപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറവിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക കേട്ടോ, അതാണ് ടേസ്റ്റ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം നമുക്ക്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്ന ചെറിയുള്ളിയാണ്. കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഇട്ടിട്ട് വറക്കാൻ കേട്ടോ, വറവിടാൻ കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ഈ കറിയുടെ കാര്യത്തിൽ. അപ്പോൾ ചെറിയുള്ളി ഇട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് റെഡിയായി വരുമ്പോൾ നമുക്കിനി ചേന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, കുക്കറിലുള്ളത്. ഇനി നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചേന ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ കറി അത്ര തിക്കല്ല അല്ലേ, കുറച്ചൊരു വെള്ളം പോലെയല്ലേ ഇരിക്കുന്നത്. ഇനി നമ്മൾ ഈ വറവിടാനുള്ള ചട്ടിയിലേക്ക് ഇത് ഒഴിച്ച ശേഷം ഇതുപോലെ ഇങ്ങനെ ഒരു കയ്യിൽ വെച്ചിട്ട് ഉടച്ചു കൊടുക്കുക. ഒരു സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് ഈ ചേനയുടെ പീസസ് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക പതുക്കെ. അപ്പോൾ എല്ലാ പീസസും ഉടയ്ക്കേണ്ട, എന്നാലും അതിലൊരു പകുതി പീസസ് നമ്മൾ ഇതുപോലെ അങ്ങ് നന്നായിട്ട് കറിയിൽ ഉടച്ച് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കറി നല്ല തിക്കായിട്ട് കിട്ടും. ബാക്കി പകുതി പീസസ് അതുപോലെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ചേനക്കറിയാണെന്ന് മനസ്സിലാവാണ്ടിരിക്കുകയൊന്നുമില്ല എന്തായാലും. അപ്പോൾ ഇതുപോലെ നമ്മളങ്ങ് ഉടച്ച് ചേർത്ത കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല തിക്കായിട്ടുള്ള കറി നമുക്ക് കിട്ടും. ഇപ്പോൾ അതൊന്ന് തിളച്ച് വന്ന് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഞാൻ പറയുന്നത് നല്ല സിമ്പിളായി ഉണ്ടാക്കാൻ, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.